നമസ്കാരം, എല്ലാവർക്കും ട്രാവോയുടെ പോയാലോ വിത്ത് ട്രാവോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ ദാൽ ലേക്കിലെ ഹൗസ് ബോട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ ശ്രീനഗർ സിറ്റി, ഇവിടുന്ന് 2 കിലോമീറ്ററാണ് ശ്രീനഗർ സിറ്റിയിലേക്കുള്ളത്. അപ്പോൾ അവിടെ റൂം എടുത്തിട്ട് ഇന്ന് പെഹൽഗാം പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ബുള്ളറ്റ് എടുത്തിട്ട് പോകണം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ ബസ്സിൽ കയറിയതാണ്. ലോക്കൽ ബസ് കണ്ടോ, പിന്നെ സിറ്റി ലോക്കൽ ബസ്സുകളാണ് ഇതൊക്കെ. 7 രൂപ 10 രൂപയ്ക്കാണ് ടിക്കറ്റൊക്കെ കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫേസി കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി മുമ്പിൽ തന്നെ ഡ്രൈവറെ തൊട്ടടുത്ത് സീറ്റ് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരായിട്ട് ബാക്കിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകുന്നു, പുതിയ ആളുകൾ കയറി വരുന്നു. എനിക്ക് തോന്നുന്നു ഓരോ 100-200 മീറ്ററിലും ഈ ബസ് നിർത്തുന്നുണ്ട്. മുമ്പിലൊക്കെ കണ്ടോ മിലിറ്റൻസിൻ്റെ ഇതേപോലെയുള്ള ഒരുപാട് വണ്ടികളും ക്യാമ്പിങ്ങും ഓരോ 100 മീറ്റർ 200 മീറ്റർ എന്നുള്ള രീതിയിൽ തന്നെ ഉണ്ട്. പിന്നെ നല്ല അടിപൊളി ഗണ്ണൊക്കെ പിടിച്ചുകൊണ്ട് ഉള്ള ടീമുകൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളങ്ങനെ ശ്രീനഗർ സിറ്റിയിൽ വന്നു. അവിടെ ബസ് ഇറങ്ങി ഇവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തു. ഹോട്ടലിൽ നമ്മൾ ലഗേജൊക്കെ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. കണ്ടോ, ഇവിടെ കണ്ടോ ഫുള്ള് ഗണ്ണൊക്കെ ആയിട്ട് മുഴുവൻ ടീമാണ്. ഇത് CRPF ആണോ, CRPFൻ്റെ ജവാന്മാരാണെന്ന് തോന്നുന്നു. പിന്നെ അപ്പോൾ നമുക്കിനി ഒരു ചായ കുടിക്കണം, അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് മെയിനായിട്ടുള്ള പരിപാടി ലോക്കൽ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അതിനുശേഷം ബുള്ളറ്റ് എടുത്തിട്ട് നേരെ പെഹൽഗാം പോവുക. ഇത് ശ്രീനഗറിലെ ലാൽ ചൗക്ക് എന്ന് കേട്ടോ അറിയപ്പെടുന്ന. ലാൽ ചൗക്ക് എന്ന് പറയുന്നത് മാർക്കറ്റ് ഏരിയയും കൂടിയാണ്. ഇവിടെയൊക്കെ കണ്ടോ, ആ ഒരു സിറ്റീൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിങ്ങനെ ഇരിക്കാനും സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം, സിറ്റിംഗ് അറേഞ്ച്മെൻറ്റോടുകൂടിയൊക്കെ ഉണ്ട്. ഇതിനോട് തൊട്ട് ചേർന്ന് കുറച്ചൊരു 100 മീറ്റർ ബാക്കിലേക്ക് നടന്നു കഴിഞ്ഞാൽ നല്ല ലാൽ ചൗക്കിലൊരു അടിപൊളി ഗാർഡൻ ഉണ്ട് കേട്ടോ. അടിപൊളി ഒരു പാർക്കുണ്ട്. നമുക്കൊരു ഇരിക്കാനും കളിക്കാനും കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി പാർക്കുണ്ട്. നല്ല ഒരു അടിപൊളി സിറ്റിയാണ് ശ്രീനഗറിൻ്റെത്. പിന്നെ ഇവിടെ നമുക്ക് വൈകുന്നേരമൊക്കെ വെറുതെ ഒരു ചായയൊക്കെ എടുത്ത് വന്നിങ്ങനെ ഇരുന്ന് സമയം കളയാനും അപ്പുറത്തൊക്കെ ഉണ്ട്. ഇവിടുത്തെ ലോക്കൽ സെറ്റുള്ള ആളുകളൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഇനി അതല്ല ഫാമിലി ആയിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് നേരെ ആ പാർക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാം, മറ്റവർക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയും ചെയ്യാം. ഒരു അടിപൊളി സിറ്റിയാണ്, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. ലാൽ ചൗക്ക് കേട്ടോ, ശ്രീനഗറിലെ ലാൽ ചൗക്കാണിത്. നമ്മളപ്പോൾ വന്ന ഉടനെ തന്നെ നമ്മളെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കം തന്നെ മോമോയിലാണ്. കാരണം നമ്മൾ കുറേ നാൾ ഹിമാചൽ പ്രദേശിൽ നിന്നൊക്കെ മോമോ കഴിച്ചിട്ട് തുടക്കം മോമോ തന്നെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇനി അങ്ങോട്ട് ഫുള്ള് ഫുഡ് അടിച്ച് തകർത്ത് എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. മോമോക്ക് ശേഷം നമ്മൾ എടുത്തത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒക്കെ സ്ട്രീറ്റ് ഫുഡാണ്. ഇച്ചിരി സ്പൈസിയൊക്കെ ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ബിരിയാണി കേട്ടോ ഇത്. അത്യാവശ്യം സ്പൈസി ഉണ്ട്, എരിവൊക്കെ ഉണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഫിഷ് അതുപോലെ ചിക്കൻ പോലുള്ള ഫ്രൈഡ് ഐറ്റംസിലേക്കാണ്. എന്താണ് ക്യാ ഭയ്യ? शिंगाड़ा फ्रूट है, ड्राई फ्रूट है. ഷിങ്കാട എന്ന് പറഞ്ഞ സാധനം എന്നാണ് പറയുന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഷിങ്കാട ലോക്കൽ ഫ്രൂട്ട് എന്തോ, ഡ്രൈ ഫ്രൂട്ട് പോലെ എന്തോ ആ സാധനമാണ്. ഇവിടെ ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഒരു വലിയൊരു കടയുണ്ട്. ഫുള്ള് ഡേറ്റ്സ്, വാൾനട്ട്സ് അറിയാമല്ലോ, കാശ്മീരാണ് വാൾനട്ട്സിൻ്റെ തോട്ടങ്ങൾ നിറച്ചുണ്ട് കാശ്മീരിൽ. ഫൈമി നേരെ ഇവിടെ ഒരു ബുക്ക് സ്റ്റാളിൽ കയറി. ഫൈമിയുടെ ഒരു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്പേസാണ്, അല്ല പ്ലേസാണ് ബുക്ക് സ്റ്റാൾ എന്ന് പറയുന്നത്. ഫൈമി ഭയങ്കര വായന പ്രിയമുള്ള ആളാണ്. നമ്മൾ കുറച്ച് മോശമാണ് കേട്ടോ അക്കാര്യത്തിൽ. പിന്നെ
ഒരുപാട് ബുക്സ് ഉണ്ട്. ചെറിയൊരു ഗ്യാപ്പ് എടുത്തതുകൊണ്ട് വീണ്ടും ഞങ്ങൾ ഫുഡിലേക്ക് തന്നെ തിരിച്ചു. വീണ്ടും ഫ്രൈഡ് ഐറ്റംസ് ആയിട്ടൊക്കെയുള്ള പല വെറൈറ്റീസ് ഉണ്ട്, ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ കേട്ടോ. ഒന്നും നോക്കിയിട്ടില്ല, അടിച്ച് കയറുകയാണ്. അസ്സലാമു അലൈക്കും ബൈ. ഇത് ലാൽ ചൗക്കിലെ മാർക്കറ്റ് ഏരിയയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പാർക്കിലേക്ക് പോകുന്ന സൈഡിൽ തന്നെയാണ് ഈ മാർക്കറ്റ് ഉള്ളത്. ഇവിടെ അത്യാവശ്യം നമ്മുടെ എല്ലാ സാധനങ്ങളും, ഡ്രസ്സ്, ഒരു ചെരുപ്പ്, ഷൂസ്, ബെൽറ്റ്, റിങ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ചീപ്പ് റേറ്റിൽ കിട്ടും കേട്ടോ. പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാട് ഷോപ്പുകളുണ്ട്, ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, ചീപ്പ് റേറ്റുമാണ്. പിന്നെ എല്ലാ സാധനങ്ങളും കിട്ടും, ഇതിലേക്ക് കയറി ഇറങ്ങിയാൽ മാത്രം മതി. നമ്മൾ നെക്സ്റ്റ് ഡേ ആട്ടോ, രാത്രി ഞങ്ങൾ മാർക്കറ്റൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ആ പാർക്കിലൊക്കെ പോയിരുന്ന് സുഖമായിട്ട് റൂമിൽ കിടന്നുറങ്ങി. ബുള്ളറ്റ് റെൻറ്റിനെടുത്തു. രാവിലെ എഴുന്നേറ്റിട്ട് ഞങ്ങൾ പഹൽഗാം ലക്ഷ്യമാക്കി പോവാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല ക്ലൈമറ്റാണ്. പിന്നെ ലെഫ്റ്റ് സൈഡ് കാണുന്നതൊക്കെ ഗോതമ്പ് പാടങ്ങളാട്ടോ, ഏക്കർ കണക്കിന് ഇങ്ങനെ ഗോതമ്പ് പാടാണ്. പെഹൽഗാം എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്ലേസാണ് കാശ്മീരിൽ. വന്നാൽ നിർബന്ധമായിട്ടും മിസ് ചെയ്യാതെ പോകേണ്ടുന്നൊരു സ്ഥലം കൂടിയാണ് പിന്നെ പെഹൽഗാം ഏകദേശം ഒരു ശ്രീനഗറിൽ നിന്നും 40 മുതൽ 60 കിലോമീറ്റർ വരെയാണ് പെഹൽഗാമിലേക്ക് പോകാനുള്ളത്. നമ്മളങ്ങനെ പെഹൽഗാം പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം കുറച്ച് റൈഡ് ചെയ്തതിന് ശേഷം ഒരു ചായ കുടിക്കാൻ നിർത്തി. ഇവിടെ കാശ്മീരി ഗാവ അങ്ങനെയല്ലേ പറയാം, അതെ, കാശ്മീരി ഗാവ ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ അത് ഈ കാണുന്ന ഇതേപോലുള്ളൊരു തളികയിൽ അതിന് ജാറ് എന്നല്ല പറയാം, ഈ ജാറിൽ പിന്നെ ആണത് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയിട്ട് വരുന്നൊരു സാധനമാണ്. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഇവിടെ കാശ്മീർ വരുന്നവരൊക്കെ അത് കാശ്മീരി ഗാവ ട്രൈ ചെയ്യണം. ഞാൻ ചായയും പറഞ്ഞിട്ടുണ്ട്, കാശ്മീരി ഗാവയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് യാത്ര തുടരാം എന്ന രീതിയിൽ ഇവിടെ ചെറിയൊരു ബ്രേക്ക് എടുത്താണ്. കാശ്മീരി ഗവ വിത്ത് ഹണിയും വിത്തൗട്ട് ഹണിയും വരുന്നുണ്ട്. വിത്ത് ഹണി ഒന്ന് ടേസ്റ്റ് ചെയ്യണം മക്കളെ, ഒന്നൊന്നര ടേസ്റ്റാണ്. അപ്പോൾ കാശ്മീരി ഗവ ട്രൈ ചെയ്യുന്നവരൊക്കെ വിത്ത് ഹണി ട്രൈ ചെയ്യണം കേട്ടോ. ശരിക്ക് ഗവ അല്ല, ശരിക്ക് കാശ്മീരി ഗവ എന്നാണ് പറയുമെങ്കിലും ശരിക്ക് കഹ്വ എന്നാണ്, KAHWA കഹ്വ, കാശ്മീരി കഹ്വ എന്നാണ് അതിൻ്റെ ആക്ച്വൽ ഇത്. പക്ഷെ എല്ലാവരും കാശ്മീരി ഗവ എന്ന് പറയാം. അപ്പോൾ നമ്മൾ അവിടുന്ന് വീണ്ടും യാത്ര തുടർന്നു. നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡ് മുഴുവൻ പിന്നെ അടിപൊളി ഇങ്ങനെ ഒരു പ്രത്യേക കളറിലുള്ള ഗോതമ്പ് പാടങ്ങളാണ്. ഈ റോഡിലൂടെയൊക്കെ പിന്നെ CRPFൻ്റെ ജവാന്മാരുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് വണ്ടികളല്ല, അല്ലാതെ കണ്ടോ സൈഡിലൂടെ കണ്ടോ ഒരു പ്രത്യേക നമ്മുടെ ഈ സ്കാനിങ് പോലുള്ള സാധനം വെച്ചിട്ട് ഇങ്ങനെ ഓരോ 100 മീറ്ററിലും ഓരോരുത്തരിങ്ങനെ ഒരു സ്കാൻ ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ റുട്ടീനായിരിക്കും, ഡെയിലിയുള്ള റുട്ടീൻസ് ആയിരിക്കും. ഓരോ പിന്നെ കിലോമീറ്റർ വിട്ടിട്ട് വണ്ടികളുണ്ട്, അതിൻ്റെ ഓരോ 100 മീറ്ററിലും 1-2 ജവാന്മാർ ഇതേപോലെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ട്. ഇതേപോലെ സ്കാനിങ് സിസ്റ്റവുമായിട്ട് കംപ്ലീറ്റ് നടന്നിങ്ങനെ ചെക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ പുൽവാമ, ഇവിടുന്ന് ലെഫ്റ്റ് പോയാലാണ് പുൽവാമ. നമുക്ക് പുൽവാമ അറിയാലോ, നമ്മളുടെ 42 സൈനികർ പിന്നെ വീരമൃത്യു വരിച്ച പുൽവാമ. ഇവിടുന്ന് ലെഫ്റ്റ് പോയാലാണ് പുൽവാമക്ക് പോകേണ്ടത്. ഈ റോഡിൽ നിന്ന് പെഹൽഗാമിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് നേരെ ലെഫ്റ്റ് എടുത്താൽ പുൽവാമയാണ്. നമ്മളങ്ങനെ പെഹൽഗാം റോഡിലേക്ക് കയറി. നമ്മൾ ശ്രീനഗറിൽ നിന്ന് ജമ്മു പോകുന്ന റോഡായിരുന്നു ഇതുവരെ കണ്ടിരുന്നത്. അതിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ പെഹൽഗാം പോകുന്ന വഴിയിലേക്ക് കയറി. അവിടെ കയറിയപ്പം തന്നെ ഫുള്ള് 2 സൈഡിലും ആപ്പിൾ തോട്ടങ്ങളാണ്. പെഹൽഗാം എന്ന് പറയുന്നത് ഒരു മെയിനായിട്ട് ഒരു ഫാമേഴ്സിൻ്റെ ഏരിയ ആണ്. ഫുൾ ആപ്പിൾ കൃഷിയും അതുപോലെ വാൾനട്ടിൻ്റെ കൃഷിയാണ്. അപ്പോൾ ഒരു ആപ്പിൾ തോട്ടം കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി ഒതുക്കി. പിന്നെ അതുപോലെ നമുക്ക് ഇനിയൊരു ചായ കുടിക്കാനും കൂടെ ഉള്ളൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പം ആപ്പിൾ തോട്ടത്തിൽ കയറി ആപ്പിളൊക്കെ കാരണം നമ്മൾ ലാസ്റ്റ് മണാലിയിൽ നിന്നാണ് ആപ്പിൾ തോട്ടത്തിൽ കയറി എക്സ്പ്ലോർ ചെയ്തത്. അതിന് ശേഷം നമുക്ക് ചാൻസ് കിട്ടുന്നത് ഇവിടെയാണ്, കാശ്മീർ വന്നിട്ട് പെഹൽഗാമിലാണ്. അപ്പോൾ ആപ്പിൾ തോട്ടത്തിലൊക്കെ കയറി ഇറങ്ങി തൊട്ടടുത്ത് തന്നെയുള്ള ഒരു
ഹൈഫൈ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ചായ കുടിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ അവിടെയും കയറി ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ ബ്രെഡ് ഓംലെറ്റൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചായയൊക്കെ കുടിച്ചിട്ട് നേരെ വീണ്ടും യാത്ര തുടരണം. ഞങ്ങൾ അവിടെ നിന്ന് വരുന്നതിൻ്റെ ഇടയിൽ വീണ്ടും കുറേ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു റോഡിൽ നിന്ന് ഒരു ഫാമിലി മുഴുവൻ വാൾനട്ടിൻ്റെ മരമാണ് കേട്ടോ കാണുന്നത്. അതിൽ നിന്ന് വാൾനട്ട് പറിച്ച് താഴേക്ക് ഇട്ടിട്ട് പെറുക്കുന്ന ഒരു കാഴ്ച ഉണ്ടോ. അപ്പോൾ അങ്ങനെ നിർത്തിയതാണ് കേട്ടോ. ഇപ്പോൾ വാൾനട്ടിൻ്റെ വിളവെടുപ്പ് സീസണും കൂടിയാന്ന് തോന്നുന്നു കേട്ടോ. കാരണം അതിന് ശേഷം ഇത് ഒരുപാട് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മരങ്ങളില്ല, ആ ഒരു യെലോയിഷിലുള്ള അത് മുഴുവൻ വാൾനട്ട് മരങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും വാൾനട്ട് പിന്നെ വിളവെടുക്കുന്നത് കാണുന്നുണ്ട്. ഏക്കർ കണക്കിന് കേട്ടോ. ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ മുഴുവൻ വാൾനട്ടിൻ്റെ തോട്ടാണ്, കംപ്ലീറ്റ് വാൾനട്ടാണ്. ഒന്നുകിൽ ആപ്പിൾ ഇല്ലെങ്കിൽ വാൾനട്ട്. പിന്നെ ഇത് പെഹൽഗാമിലേക്ക് അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും കാഴ്ചയുടെ ദൃശ്യഭംഗിയൊക്കെ വേറെ ലെവലിലേക്ക് വരികയാണ്. വെള്ളത്തിനൊക്കെ ഒരുതരം പ്രത്യേക ബ്ലൂ കളറ്, മലകൾ അടിപൊളി, ഫുൾ പൈൻ മരങ്ങളാണ് തോന്നിട്ട്. ദൂരെയുള്ള ആ മലയിലൊക്കെ വേറെ തന്നെ അവസ്ഥയിലേക്ക് വരുന്നുണ്ട് മക്കളെ. പെഹൽഗാം ഒരു ഒന്നൊന്നര സ്ഥലമാണ് കേട്ടോ. ആ വെള്ളത്തിൻ്റെ ഒക്കെ കളറും ഒക്കെ ഒരു സ്കൈ ബ്ലൂവോ ഒക്കെ പോലുള്ള ഒരു പ്രത്യേക കളറ്. നമ്മളങ്ങനെ പെഹൽഗാം എത്തിയിട്ടോ. പെഹൽഗാം എത്തി. വേറെ തന്നെ വൈബ് ഇവിടെ വന്നപ്പോൾ, വേറെ തന്നെ സീനറീസ്, വേറെ തന്നെ പിന്നെ ഒരു ആംബിയൻസ്, തണുപ്പ്, പൈൻ മരങ്ങളും അത് ഇതൊക്കെ ആയിട്ട് വേറെ ലെവലാണ്. നമ്മളങ്ങനെ അവസാനം 45 കിലോമീറ്റർ റൈഡിന് ശേഷം വെൽക്കം ടു പെഹൽഗാം. പെഹൽഗാം പെഹൽഗാം അപ്പോൾ ഇവിടെ പിന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൽ ഒരു പാസ് എന്തോ എടുക്കണമെന്ന് തോന്നുന്നു. 2 വീലറിന് ആവശ്യമില്ലാന്ന് തോന്നുന്നു. 4 വീലറിനൊക്കെ എന്തോ ഒരു പാസ് എടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ പെഹൽഗാം എത്തി. ഇനി പെഹൽഗാമിൻ്റെ കാഴ്ചകൾ, ഒരുപാട് അരുവികൾ, പ്രത്യേക ഒരു സ്കൈ ബ്ലൂ നിറത്തിലുള്ള കളറിലൊക്കെയുള്ള ഒരുപാട് അരുവികൾ, അതുപോലെ പൈൻ മരങ്ങൾ, പൈൻ ഫോറസ്റ്റുകൾ, ഇതൊക്കെയാണ് പെഹൽഗാമിൻ്റെ കണ്ണഞ്ചപ്പിക്കുന്ന അതിശയകരമായ കാഴ്ചകൾ. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്, വേറെ തന്നെ ഫീലാണ്. പിന്നെ അപ്പോൾ നമുക്ക് നേരെ പെഹൽഗാം ടൗണിലേക്ക് പോയിട്ട് മൊത്തം ഒന്ന് കറങ്ങിയിട്ട് ഏറ്റവും ബെസ്റ്റ് എവിടെയാണോ അവിടെ നമുക്കൊന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പെഹൽഗാമിൻ്റെ ലേറ്റസ്റ്റ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ, അടുത്ത എപ്പിസോഡിൽ കാണാം. തൽക്കാലം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പെഹൽഗാം സിറ്റിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാണ് പെഹൽഗാം സിറ്റി. ഓക്കെ, ഈ പെഹൽഗാം സിറ്റിയിൽ നിന്ന് 3 കിലോമീറ്ററും 4 കിലോമീറ്റർ 5 കിലോമീറ്റർ സറൗണ്ടിങ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ പെഹൽഗാമിൻ്റെ വില്ലേജിൻ്റെ അതിമനോഹരമായ കാഴ്ചകളാണ്. അത്തരം കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും നമ്മൾ തൽക്കാലം വിട പറയുന്നു. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കട്ടക്ക് നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ദിസ് ഈസ് മനാഫ് സൈനിങ് ഓഫ്.